എന്തിനാണ് പ്രധാനമന്ത്രി സഭയിൽ വന്ന് സംസാരിക്കണമെന്ന് കരുതുന്നത് എന്നുള്ളതാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ബിജെപിയുടെ സംശയം. അഭിലാഷേ, എനിക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു വെപ്രാളം വരുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ എന്താണ് ബിജെപി വക്താവ് പറയാൻ ശ്രമിക്കുന്നത്? ജോൺ ബ്രിട്ടാസിനോട് പ്രധാനമന്ത്രി കുശലം പറയണമെന്നാണോ ഞാൻ ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള എം പിമാരോട് കൊച്ചുവർത്താനം പറയണമെന്നാണോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്? പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവരിപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമയം നിയമസഭയെ ചെലവിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ? അവിടെ ഏതെങ്കിലും ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയായിരുന്നുണ്ടോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം എത്രയാണ്? ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ കഴിഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞു. 0.01 ആണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം ഒരു ചോദ്യോത്തര ദിവസമുണ്ട്. അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം മറുപടി പറയണം. മുൻ പ്രധാനമന്ത്രിമാരെല്ലാം തന്നെ അവർ വരികയും ആ സമയം മുഴുവൻ ഇരിക്കുകയും അത് സംബന്ധിച്ച് ഏതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നാൽ അവർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രധാനമന്ത്രി തൻ്റെ വകുപ്പിലെ ചോദ്യങ്ങൾ പാർലമെന്റിൽ വരുന്ന, രാജ്യസഭയിലും ലോകസഭയിലും വരുന്ന ദിവസങ്ങൾ എത്ര തവണ അദ്ദേഹം വന്നു, എത്ര സമയം ഇരുന്നു? 2 മിനിറ്റ് ഇരുന്നിട്ട് പോകും, അല്ലെ 3 മിനിറ്റ് ഇരുന്നിട്ട് പോകും. ഏതെങ്കിലും ചോദ്യത്തോട് പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പറയണം. ഞാനിപ്പം മാധ്യമങ്ങളുടെ ഏറാമൂളിത്തരത്തെ കുറിച്ച് പറഞ്ഞത് വളരെ വാസ്തവമാണെന്ന്. അങ്ങനെ അതുകൊണ്ടല്ലേ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചില മാധ്യമങ്ങളുടെ ചർച്ചയ്ക്ക് പോകില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറികളല്ലേ ഡൽഹിയിലെ പല സ്റ്റുഡിയോകളും. ഞങ്ങൾ ആ ചാനലുകളുമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഏകമാനമായിട്ടുള്ള പ്രതിപാദനം നടത്താൻ കഴിയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഏകപക്ഷീയവുമായിട്ട് പ്രസ്താവന നടത്തുന്ന രീതിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അത് ഏറാമുള്ളികളായിട്ടുള്ള മാധ്യമങ്ങളാണ്. മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം പ്രധാനമന്ത്രി പാർലമെന്റിന് ഉള്ളിൽ കയറാതെ പാർലമെന്റിന്റെ വളപ്പിൽ നിന്നുകൊണ്ട് ഏതാനും മാധ്യമങ്ങളെ വിളിച്ച് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് 90 ദിവസം കഴിഞ്ഞിട്ട് പ്രതികരിച്ചില്ലേ? ഇതുപോലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഏട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവർ പറയുക. ഇനി വേറൊരു കാര്യം, ചോദ്യങ്ങളെ എന്തിനാണെന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഭയക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ജമ്മു കാശ്മീർ ബില്ലിന്റെ മുകളിൽ ഞാൻ രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്തു. എനിക്കാകെ 5-6 മിനിറ്റോ മറ്റാണുള്ളത്. ആ 5 മിനിറ്റ് ഇടയ്ക്ക് അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, പിന്നെ നമ്മുടെ സ്വന്തം മന്ത്രി മുരളീധരൻ, 4 മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തി. എനിക്കൊരു പ്രശ്നമില്ല, അവർ ഇന്റർവ്യൂ ചെയ്യട്ടെ, തടസ്സപ്പെടുത്തട്ടെ, ഞാനതിനുള്ള മറുപടി കൊടുക്കാം. ഈ ഒരു മനസ്കത എന്നെപ്പോലൊരു സാധാരണ മെമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പ്രസ്താവനയോട് അഥവാ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉണ്ടാകണ്ടേ? പിന്നെ ബിജെപി വക്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഒരു മാധ്യമത്തെ അഡ്രസ് ചെയ്താൽ 140 കോടി ജനങ്ങളിലേക്ക് പോകുന്നത്. ഒരു മാധ്യമത്തെ അഡ്രസ് ചെയ്യുന്ന പോലെയല്ല, ഇന്ത്യയിലെ ലോകത്തെ എല്ലാ മാധ്യമങ്ങളെയും അഡ്രസ് ചെയ്യുന്നത് പോലെയാണ് പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തുന്നത്. അത് എവിടെയെങ്കിലും തമസ്കരിക്കപ്പെടുന്നുണ്ടോ? അത് ഒരു മാധ്യമത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടോ? എല്ലാ മാധ്യമങ്ങളിലേക്കും വരില്ലേ? ഇപ്പം ദൈനിക് ജാഗരൺ എന്നുള്ള ഒരു ഹിന്ദി പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്ന പോലെയാണോ ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തുന്നത്? അത് ഹിന്ദി അറിയാത്ത മലയാളികൾക്കും ലോകത്തെമ്പാടുമുള്ള മറ്റ് രാഷ്ട്രങ്ങളിലുള്ളവർക്കും ഒക്കെ മനസ്സിലാകില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനാധിപത്യ പ്രക്രിയയാണോ, പാർലമെന്ററി ജനാധിപത്യമാണോ, എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർലമെന്ററി രീതിയെ ഉയർത്തിപ്പിടിക്കലാണോ? പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ തെരഞ്ഞെടുത്തല്ല വന്നതെന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയിട്ടുള്ള സ്വേച്ഛാധിപതികളും ലോക ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. അതിലേക്ക് ചർച്ച അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. അതായത് പ്രതാപ് സിംഹ എന്ന് പറയുന്ന ഒരു MP-ക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോലീസിനെ ചോദ്യം ചെയ്തോ അതേ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണ്ടേ? അദ്ദേഹം ചെയ്ത കുറ്റത്തേക്കാൾ ചെറിയ കുറ്റം ചെയ്ത ഒരു MP-യെ പൂർണ്ണമായിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയില്ലേ? മഹുവ മൊയ്ത്രയെ. അവരെന്താണ് കുറ്റം ചെയ്തത്? ഇതുപോലുള്ള ഒരു സുരക്ഷാ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? അവരെ ആരെങ്കിലും ആൾക്കാരെ പാസ് കൊടുത്ത് കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന പോലെ പുകബോംബ് പൊട്ടിച്ചോ? ഇതൊന്നുമില്ലല്ലോ. ഇത് ഈ പറയുന്ന ഇത്രയും MP-മാരെ നിങ്ങൾ പുറത്താക്കുന്നു, നിങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു.
നിങ്ങൾ ഇതുപോലെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എന്തെല്ലാം അത് ആൻഡോ വിവരിച്ചു, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ അന്ന് അരുൺ ജെയ്റ്റ്ലിക്ക് പറയേണ്ടി വന്നത് പാർലമെന്റ് ഡിസ്റപ്ഷൻ എന്ന് പറയുന്നതും ഒരു പാർലമെന്ററി രീതിയായി എന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സഭയിലെ കക്ഷി നേതാവ് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തൻ്റെ എം പിമാർ പാർലമെന്റ് സമ്മേളനം പൂർണ്ണമായി സ്തംഭിപ്പിച്ച് രേഖകൾ വലിച്ചെറിഞ്ഞ് ബില്ലുകൾ കീറിയെറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലല്ലേ അരുൺ ജെയ്റ്റ്ലിക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ 2014 മാത്രമാണ് ഇന്ത്യ ജനിച്ചത്. ഇവിടെ അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഒരു എം പിയും മിണ്ടാൻ പാടില്ല. ഇതെന്താ ക്ലാസ് റൂമാ? നിങ്ങൾ പറയുമ്പോൾ അറ്റൻഷൻ സ്റ്റാൻഡ് സിറ്റ് ഡൗൺ ഞാൻ പറയുമ്പോൾ ഇത് പാർലമെന്റ് അല്ലേ, ഇന്ത്യൻ പാർലമെന്റ് അല്ലേ? പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്ന് അറിയാം അഭിലാഷേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നെഹ്റുവിന്റെ നെഞ്ചത്ത് അടിയന്തരാവസ്ഥ, EMS നമ്പൂതിരിപ്പാട്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? നിങ്ങൾ 10 വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? നിങ്ങൾ എത്ര കാലം അടിയന്തരാവസ്ഥയിൽ ഒരു പാർട്ടിയുടെ വക്താവാണ് ഞാൻ. നിങ്ങൾക്ക് നെഹ്റുവും നിങ്ങളുടെ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾ 10, 20, 30 വർഷത്തേക്ക് പോകാതെ നിങ്ങൾ 10 വർഷമായല്ലോ വന്നത്. നിങ്ങൾ രാജ്യത്തുടനീളം സുരക്ഷയെ അങ്ങോട്ട് വാരിക്കോരി ഒഴിച്ചിട്ടു എന്ന് പറയുമ്പോഴാണല്ലോ ഇവിടെ ഈ പറയുന്ന പാർലമെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നിങ്ങൾ എത്ര കോടാനുകോടികളാണ് മുടക്കിയത്? ഇവിടെ ഒരു G20ക്ക് വേണ്ടി 4500 കോടിയല്ലേ? 10 കോടി ഉറുപ്പ്യ മുടക്കേണ്ട ഒരു ഉച്ചകോടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഒരു വിശ്വഗുരു പട്ടം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്താണ്? അതിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? ഇപ്പോൾ ഒരു ചാർജ് ഷീറ്റ് ഉണ്ട് അവിടെ അമേരിക്കൻ കോടതിയിൽ. കാനഡയായിട്ടുള്ള ബന്ധം വഷളായി, US ആയിട്ടുള്ള ബന്ധം വഷളാക്കി. നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ ഈ പറയുന്ന പ്രൊപ്പഗാൻഡയിലൂടെ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പെപ്പടികളും പൊയ്മുഖങ്ങളും ഒക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ പാർലമെന്റിൽ നിങ്ങൾ ഒളിച്ചോടുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ആഭ്യന്തര മന്ത്രി പ്രസംഗിക്കുക പാർലമെന്റ് സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ ഒരു സംഭവം നാണം കെട്ട ഏട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ശരി, ഒരു പത്രത്തെ വിളിച്ചിട്ട് ഏകമാനമായിട്ടുള്ളൊരു അഭിമുഖം കൊടുക്കുക. ശരി, ഓക്കെ.